ഹായ് ഓൾ, വെൽക്കം ടു കുക്ക്റിൻ. ഇന്ന് നമുക്ക് ഈസി ആയിട്ട് പനീർ വീട്ടിലെങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിന് അധിക ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഹെൽത്തി ആയിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. ഞാൻ ഇവിടെ ഒരു 1.5 ലിറ്ററോളം പാൽ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ലെമൺ ജ്യൂസ് ഫുൾ എടുത്തിട്ടുണ്ട്. ഇതിൽ ലെമൺ ജ്യൂസോ വിനെഗറോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത് എടുക്കാം. അപ്പോൾ ഞാൻ പാൽ ബോയിൽ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിനെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും, ഇപ്പോൾ തിളയ്ക്കുന്നതിന് മുമ്പ് നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്, കാരണം പാൽ ചിലപ്പോൾ അടിയിൽ പിടിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും ഞാൻ ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ആദ്യം ഞാൻ കുറച്ച് വെച്ചാണ് ചെയ്യുന്നത്, നമുക്ക് ആവശ്യത്തിന് മാത്രം ഇട്ടാൽ മതിയല്ലോ. ഞാൻ ആദ്യം ഒരു 2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ വേണമെന്ന് തോന്നിയുകൊണ്ട് ഞാൻ പിന്നെയും ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അങ്ങനെ ലെമൺ ജ്യൂസ് ആണെങ്കിലും വിനെഗർ ആണെങ്കിലും ആദ്യം കുറച്ച് ആഡ് ചെയ്ത് കൊടുത്ത് നമ്മളിതുപോലെ പാലൊന്ന് സ്പ്ലിറ്റ് ആക്കി എടുക്കണം. ഇപ്പോൾ എൻ്റെ പാൽ നന്നായിട്ട് സ്പ്ലിറ്റായിട്ട് വരുന്നുണ്ട്. എനിക്ക് കുറച്ചും കൂടെ ലെമൺ ജ്യൂസ് വേണമെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ വീണ്ടും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പാലിനനുസരിച്ച് ചിലപ്പോൾ ആഡ് ചെയ്യേണ്ട ലെമൺ ജ്യൂസിൻ്റെ വിനെഗറിൻ്റെ അളവ് ഇങ്ങോട്ടൊന്ന് മാറും. അതുകൊണ്ട് അത് ഇതുപോലെ സ്പ്ലിറ്റായി വരുന്നിടം വരെ നമുക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇനി ഇത് കണ്ടോ, ഇതുപോലെ ആയി കഴിയുമ്പം നമുക്കിനി പതുക്കെ ഇത് ഡ്രെയിൻ ചെയ്യാനായിട്ട് പോകാം. ഇത് ഒന്ന് ഡ്രെയിൻ ആക്കി കളയാനായിട്ട് നമുക്കൊരു ക്ലോത്ത് വേണം. അപ്പം ഞാൻ ആമസോണിൽ നിന്നൊരു ചീസ് ക്ലോത്ത് എന്ന് പറഞ്ഞ സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നേ. അത് യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി. എനിവേ ഞാൻ ആ ചീസ് ക്ലോത്തിലോട്ട് ഇതിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചീസ് ക്ലോത്ത് ഇപ്പോൾ എല്ലാവരുടെയും കാണണമെന്നില്ല. ഇതിന് പറ്റിയ ഡ്രെയിൻ ചെയ്യാൻ പറ്റിയ ഏതെങ്കിലും ഒരു ടൈപ്പ് ക്ലോത്ത് എടുത്താലും മതി. ഞാൻ ഇതിലേക്കിപ്പം ഒരു 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് ഇതിൻ്റെ അകത്തെ എക്സ്ട്രാ ഫ്ലേവേഴ്സൊക്കെ ഒന്ന് പോകാനായിട്ട്. എന്നിട്ട് അഡീഷണലായിട്ട് ഒരു വെള്ളത്തിൻ്റെ പാത്രത്തിലേക്ക് നമ്മൾ ഈ ബാഗോ അല്ലെങ്കിൽ നിങ്ങൾ ക്ലോത്തിൽ കവർ ചെയ്ത ഈ ചീസിൻ്റെ ബാഗ് പതുക്കെ ഒന്ന് ഇറക്കി മുകളിലോട്ടും താഴോട്ടും ഇട്ട് ഇതുപോലെ ഒന്ന് ചെയ്യണം. ലെമണിൻ്റെയോ വിനെഗറിൻ്റെയൊക്കെ ഒരു ബിറ്റർ ടേസ്റ്റ് പോലെയൊക്കെ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് അതൊന്ന് ഡ്രെയിൻ ഔട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ വലിയ ലെമണിൻ്റെ ഫ്ലേവർ ഇല്ല എന്ന് തോന്നുവാണ്, നിങ്ങൾക്ക് ഈ പാർട്ട് ഒഴിവാക്കാവുന്നതാണ്. ഇനി എന്നിട്ട് നമ്മൾ ഈ ചീസ് ബാഗ് ഒരു പ്ലെയിൻ സർഫസിലോട്ട് വെച്ച് നമുക്കിതൊന്ന് ഏത് ഷേപ്പിലാണ്, നിങ്ങൾക്ക് റൗണ്ടിലോ സ്ക്വയറിലോ ഏത് ഷേപ്പ് വേണോ അതുപോലെ ഒന്ന് ആക്കാം. അതിന് ശേഷം ഇതുപോലെ ഒരു വെയിറ്റ് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാനൊരു ഡ്രെയിനിങ് പാത്രത്തിൻ്റെ മുകളിലാണ് അത് വെച്ച് കൊടുത്തത്. ഇനി ഒരു 30 മിനിറ്റ്സ് to 1 hour നമ്മളത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോഴത്തേനും അതിൻ്റെ വെള്ളമെല്ലാം പോയി ഇത് നമുക്ക് നല്ല അടിപൊളിയായിട്ട് പനീർ റെഡിയായി കിട്ടും. ഞാനിപ്പോൾ ഒരു സ്ക്വയർ ഷേപ്പിൽ വെച്ചത് കൊണ്ട് എനിക്കത് സ്ക്വയറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പനീർ നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇതൊരു ഹെൽത്തി റെസിപ്പിയാണ്, ഈസിയാണ് റെഡിയാക്കാനായിട്ട്. ഇനി നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് അതുപോലെ ഇത് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ചെറിയ ക്യൂബുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള പനീർ കിട്ടിയിട്ടുണ്ട്. ഇത് ഈസി ആയിട്ട് വീട്ടിൽ റെഡിയാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.